അനലിറ്റിക്സ് നോക്കാറുണ്ടാവില്ല. നമ്മൾ മെയിനായിട്ട് പ്രധാനമായിട്ട് നോക്കുന്ന ഒരു കാര്യം എന്താണ്, നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി, നമുക്ക് എത്ര വാച്ച് ടൈം ആയി, നമുക്ക് എത്ര വ്യൂസ് കിട്ടി. ഇതായിരിക്കും പ്രധാനമായിട്ടും YT സ്റ്റുഡിയോ. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന മെയിൻ പ്രധാന കണ്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ, യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് വ്യൂസ് കുറവാണ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും നമുക്ക് വരും. നമ്മൾ എത്ര നാളായിട്ട് വീഡിയോസ് ഇടുന്നു, നമുക്ക് മാത്രം വ്യൂസ് ഇല്ല, നമ്മൾ അങ്ങനെ വിഷമിക്കുന്ന പലരും ഇന്നും ഉണ്ടാവാം. കാരണം ഞാനും അങ്ങനെ ഒരാൾ ആയിരുന്നു. തുടക്കത്തിൽ എനിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാൻ പലതരത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം നേരിടുന്നത് പ്രധാനമായിട്ടും പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സാണ്, പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന യൂട്യൂബേഴ്സാണ് പ്രധാനമായിട്ട് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ഇത് പരിഹരിച്ചു എന്ന് വെച്ചാൽ, ആദ്യമൊക്കെ നമ്മൾ വ്യൂസ് ഇടുമ്പോൾ നമുക്ക് 500 600 ഒക്കെ വ്യൂസ് കിട്ടിയിരുന്ന സ്ഥാനത്ത് നമുക്കൊരു 10 20 അല്ലെങ്കിൽ 100 വ്യൂസ് ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരും, എന്താണ് ഇതിങ്ങനെ. അപ്പോൾ നമ്മളിൽ പലരും ഈ ഒരു തെറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ഇത് മനസ്സിലാക്കാതെ, ഈ ഒരു തെറ്റ് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ ആയിരിക്കാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചാനലിൽ വ്യൂസ് കുറയുന്നത്. നമ്മൾ ഒരു 500 വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാലും നമുക്ക് വ്യൂസ് ചിലപ്പം ചില വീഡിയോസിന് നമുക്ക് വ്യൂസ് കുറവായിരിക്കും. നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ആദ്യമൊക്കെ ഞാൻ ഇട്ടിരുന്ന എൻ്റെ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, ആദ്യമൊക്കെ വളരെ വ്യൂസ് കുറവായിരുന്നു. അപ്പോൾ അന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇത് സംഭവിക്കുന്നത്. നമ്മളിൽ പലരും ചെയ്യുന്നൊരു തെറ്റാണ്, നമ്മളുടെ ചാനലിൽ നമ്മൾ പല കാറ്റഗറിയിലുള്ള വീഡിയോ ഇടുന്നുണ്ടായിരിക്കാം. അതായത് ചിലർ കുക്കിംഗ് വീഡിയോസ് ആയിരിക്കാം ഇടുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിലർ ഡാൻസ് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടാവാം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടാവാം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റ് കോമഡി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവാം. ഞാൻ എൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ പല പരീക്ഷണങ്ങളും നമ്മൾ നടത്തിയിട്ടാണ് യൂട്യൂബിലേക്ക് നമ്മൾ വരുന്നത്. നമ്മൾ തുടക്കക്കാരാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ പല പരീക്ഷണങ്ങളും നടത്തും. ഏതിലാണ് സക്സസ് ആവുന്നത് നമുക്ക് അറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചില കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് വരാം. അപ്പോൾ അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ വ്യൂവേഴ്സിന് ഉണ്ടാകുന്ന കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഡാൻസ് വീഡിയോസ് ചെയ്യുന്ന വ്യൂവേഴ്സ് അതിൽ നമ്മുടെ ഡാൻസ് കണ്ട് ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം. അവർ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് മാത്രമായിരിക്കാം. ചിലപ്പോൾ നമ്മൾ അതേപോലെ കോമഡി ചെയ്താലോ, അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് കുക്കിംഗ് ചെയ്താലോ ചിലപ്പോൾ ആ വ്യൂവേഴ്സ് നമ്മുടെ ഈ വീഡിയോ കാണണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വ്യൂസ് കുറയും. അതല്ല, ഇപ്പോൾ ഒരു കോമഡി വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ആ വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് കോമഡി വീഡിയോസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് വെച്ച് ആ ആൾക്ക് മറ്റ് വീഡിയോസ് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വീഡിയോ ഡിഫറെൻറ്റ് കണ്ടൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സും എല്ലാം കാണണമെന്നില്ല. കോമഡി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം കോമഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക, കുക്കിംഗ് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം നമ്മുടെ പ്രസന്റേഷനൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ആ കുക്കിങ്ങിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർ ചിലപ്പോൾ മറ്റ് വീഡിയോസ് കാണാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ് നമുക്ക് അതിൽ വ്യൂസ് കുറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാറ്റഗറി നമുക്ക് നല്ല ഒരു 500 600 വ്യൂസിന് മുകളിലൊക്കെ നമുക്ക് വരുന്നുണ്ട്, സ്ഥിരമായിട്ട് വരുന്നുണ്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അതായത് വ്യൂവേഴ്സിലേക്ക് എത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ YT സ്റ്റുഡിയോയിൽ അനലിറ്റിക്സ് കയറി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അനലിറ്റിക്സ് നോക്കാറുണ്ടാവില്ല. നമ്മൾ മെയിനായിട്ട് പ്രധാനമായിട്ട് നോക്കുന്ന ഒരു കാര്യം എന്താണ്, നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടി, നമുക്ക് എത്ര വാച്ച് ടൈം ആയി, നമുക്ക് എത്ര വ്യൂസ് കിട്ടി. ഇതായിരിക്കും പ്രധാനമായിട്ടും നമ്മുടെ ചാനലിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും. ആൾക്കാർ ഏതൊക്കെ സമയത്താണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്, നമ്മുടെ വ്യൂവേഴ്സ് ഏതൊക്കെ സമയത്താണ് നമ്മളുടെ വീഡിയോസ് കാണുന്നത്, അതുപോലെ എത്ര സമയം ആൾക്കാർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആവറേജ് ഡ്യൂറേഷൻ എത്രയാണ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് വീഡിയോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യൂസ് കൂടുന്നതെന്നൊക്കെ നമുക്ക് ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക. എല്ലാവരും കയറി കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നൊരു കാര്യം, നമ്മുടെ ചാനൽ ഗ്രോ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ YT സ്റ്റുഡിയോയിൽ കയറുമ്പോൾ നമ്മുടെ അനലിറ്റിക്സ് നോക്കണം. അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഓരോ വീഡിയോയുടെ അനലിറ്റിക്സ് നമുക്ക് സെപ്പറേറ്റ് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള അനലിറ്റിക്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെയായിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഏറ്റവും താഴെയായിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ എന്തോ ആയിട്ടാണെന്ന് വരുമ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാം. എങ്ങനെയാണ് നോക്കുന്നുള്ളൂ, ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ YT സ്റ്റുഡിയോയിൽ കയറി കഴിയുമ്പോൾ അനലിറ്റിക്സിൻ്റെ പോർഷനിലോട്ട് പോയി കഴിയുമ്പോൾ അപ്പോൾ നമ്മളുടെ ഓഡിയൻസ് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ആ വ്യൂവേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഓഡിയൻസ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ്, റിട്ടേണിംഗ് വ്യൂവേഴ്സ് എത്ര പേരുണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ കയറി കഴിയുമ്പോൾ താഴെ മൂന്നാമതായിട്ടുള്ള ഓപ്ഷനാണ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓഡിയൻസിലേക്ക് പോവുക. അവിടെയാണ് നമുക്ക് ഈ റിട്ടേണിംഗ് വ്യൂവേഴ്സ്, യൂണീക്ക് വ്യൂവേഴ്സ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ യൂണീക്ക് വ്യൂവേഴ്സ് ആവുമ്പോൾ എല്ലാ ടൈപ്പ് വീഡിയോസും നമ്മളുടെ സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കാം. പിന്നെ റിട്ടേണിംഗ് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടും തിരിച്ചു വന്ന് വീണ്ടും നമ്മൾ ഏത് സമയത്ത് അപ്ലോഡ് ചെയ്താലും വന്ന് കാണുന്നവരായിരിക്കും റിട്ടേണിംഗ് വ്യൂവേഴ്സ്. അതുപോലെ തന്നെ വെൻ യുവർ വ്യൂവേഴ്സ് ആർ ഓൺ യൂട്യൂബ്, അപ്പോൾ അവിടെ ആ സമയം കൊടുത്തതിൽ എൻ്റെ വീഡിയോസ് കാണുന്ന കൂടുതലും ആൾക്കാർ ഈ ഒരു 12 o'clock സമയത്താണ്.
അപ്പം ആ ഒരു വെൻ യുവർ വ്യൂവേഴ്സ് ആർ ഓൺ യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വൈഡർ ഓപ്ഷൻ കാണാൻ പറ്റും. ആ വൈഡർ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് അവിടെ ആ കളർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അവിടെ ലൈറ്റ് കളർ, ഡാർക്ക് കളർ അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മോർ വ്യൂവേഴ്സ് അല്ലെങ്കിൽ മെനി വ്യൂവേഴ്സ് ഏത് സമയത്താണ് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള വ്യൂവേഴ്സ് ഏത് സമയത്താണ് കാണുന്നതെന്ന് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് കൂടുതലും കാണുന്നത് ആ ഒരു 12 o'clock സമയത്താണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ട് അടുത്ത വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം വ്യൂസ് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ വ്യൂസ് ഇൻക്രീസ് ആവും, അതുമൂലം നിങ്ങളുടെ ചാനൽ ഗ്രോ ആവാനും സാധിക്കും. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.